ഹായ് ഓൾ, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജോവിയൽ ട്രാവലർ. തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ മാഹിയിലല്ല ആക്ച്വലി അഴിയൂരുള്ള റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്താണ് ഞാനുള്ളത്. ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പിന്നിൽ കാണാം 3 സ്പാനുകളുള്ള ഈ ഓവർ ബ്രിഡ്ജിൻ്റെ 2 സ്പാനുകളുടെ ഗിഡറുകളൊക്കെ ഓൾറെഡി സ്ഥാപിച്ചു കഴിഞ്ഞു. 3ാമത്തെ ഗിഡറുകളുടെ പണി ഇവിടെ നടക്കുന്നത് നമുക്ക് കാണാം. ഇതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ ഷെയർ ചെയ്യാം. ജനുവരി 31 അവർ ഇതിൻ്റെ കംപ്ലീഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഗവൺമെൻറ് തലത്തിലും അങ്ങനെയാണ് അനൗൺസ്മെൻറ്റ് വന്നത്. ബൈ ജനുവരി 31 അവർ കംപ്ലീറ്റ് ചെയ്യുമെന്ന്. തമിഴ്നാട്ടിൽ നിന്നുള്ള സ്റ്റീൽ സ്ട്രക്ചർ ഇറക്ഷൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ടീമാണ് ഇതിനുവേണ്ടി വർക്ക് ചെയ്യുന്നത്. അവർ പറഞ്ഞത് അവർക്ക് ഓൾറെഡി ഒരു ഷെഡ്യൂളുണ്ട്. വിൽ ബി കംപ്ലീറ്റിംഗ് ഇറ്റ് വിത്ത് ജാനുവരി 31. സൺഡേ എന്നില്ല, വീക്ക് ഡേ എന്നില്ല, ഹോളിഡേ എന്നില്ല, വീക്കെൻഡ് എന്നില്ല, അങ്ങനെ വർക്ക് ചെയ്യാണ്. രാവും പകലും 24 hours ഇപ്പോൾ 7/24 ആണ് അവർ വർക്ക് ചെയ്യുന്നത്. ബൈ 31 ഈ പ്രൊജക്റ്റ് കഴിഞ്ഞിരിക്കും എന്നാണ് ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ എന്നോട് പറഞ്ഞത്. ഇതാണ് നല്ല കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ മാഹി ബൈപ്പാസ് ഇത്രയും വേഗം ഉദ്ഘാടനം ചെയ്ത് കാണാം. മലബാറിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഒരു പ്രൊജക്റ്റാണിത്. കുറേ വിഷ്വൽസ് ഞാൻ ഷെയർ ചെയ്യാം. എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. താങ്ക് യു. കോഴിക്കോട് നിന്നും കണ്ണൂരേക്ക് പോകുമ്പോൾ അഴിയൂരിൽ വെച്ചാണ് തലശ്ശേരി മാഹി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഏകദേശം 500 മീറ്റർ ഉള്ളിലാണ് മാഹിയിലെ ഈ റെയിൽവേ ഓവർ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഓവർ ബ്രിഡ്ജിലേക്കുള്ള അപ്രോച്ച് റോഡ്. 3 സ്പാനുകളാണ് ഈ വലിയ ഓവർ ബ്രിഡ്ജിന് ഉള്ളത്. ഇവിടെ താഴെ കൂടി 3 റെയിൽ ലൈൻ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ പാലത്തിന് ഇത്രയധികം വീതി വന്നത്. റെയിൽവേ ലൈനിൻ്റെ മേലെയുള്ളതും വടകര ഭാഗത്ത് നിന്ന് കണക്ട് ചെയ്യുന്നതും ആയ ഗിർഡറുകൾ ഓൾറെഡി സ്ഥാപിച്ചു കഴിഞ്ഞു. പ്ലേസ് ചെയ്ത ഗിർഡറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 48 മീറ്ററാണ് ഓരോ ഗിർഡറുകളുടെയും വണ്ണം. ഇരുപത്തിനാല് മണിക്കൂറും റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റുമായി ഒരുപാട് കോർഡിനേഷൻ ആവശ്യമുള്ള ഒരു പ്രൊജക്റ്റാണിത്. ഇപ്പോൾ നമുക്ക് കാണാം താഴെ കൂടി ട്രെയിൻ കടന്നു പോകുന്നതിനാൽ ജോലിക്കാർ വെൽഡിംഗ് ജോലി നിർത്തിവെച്ചിരിക്കുകയാണ്. വെൽഡിങ്ങിൻ്റെ തീപ്പൊരി ട്രെയിനിലേക്ക് പതിക്കാതിരിക്കാൻ. റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഒരു ഏരിയൽ വ്യൂ ആണിത്. ഇവിടെ നമുക്ക് കാണാം കോൺക്രീറ്റ് ചെയ്യാനുള്ള സ്റ്റീൽ ബാറുകൾ ഓൾറെഡി നിരത്തിക്കഴിഞ്ഞു.
തലശ്ശേരി ഭാഗവുമായി കണക്ട് ചെയ്യുന്ന ഈ സ്പാനിൻ്റെ ഗിർഡറുകളാണ് ഇനി സ്ഥാപിക്കാനുള്ളത്. ഗിർഡറുകൾ സ്ഥാപിക്കാനുള്ള ബേസൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചത് നമുക്ക് കാണാം. നമുക്ക് മാഹി റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് കാണാം. സ്റ്റേഷൻ്റെ അത്രയും അടുത്തായിട്ടാണ് ഈ റെയിൽവേ ഓവർ ബ്രിഡ്ജ് പണിയുന്നത്. ഇവിടെ മൂന്നാമത്തെ സ്പാനിൻ്റെ ഗിർഡറുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള 5 പീസുകൾ ഒന്നിച്ച് യോജിപ്പിച്ചാണ് ഒരു ഗിർഡർ പണിയുന്നത്. – 212ഓളം ബോൾട്ടുകളാണ് ഓരോ ജോയിൻറ്റിലും ഉപയോഗിക്കുന്നത്. ഗിർഡറുകൾ സ്ഥാപിച്ചതിന് ശേഷം അവ കൂട്ടിയോജിപ്പിക്കാനുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. hours ഈ ടീം ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നെറ്റ് ബോൾട്ടുകളുടെയൊക്കെ ശരിക്കുള്ള ടൈറ്റ്നെസ് ഉറപ്പുവരുത്താനുള്ള ഒരു മെഷീനാണിത്. ഈ മെഷീൻ വെച്ചാണ് ഇത് ഫൈനലി ടൈറ്റ് ചെയ്യുന്നത്. ടോർക്ക് ഫ്രഞ്ച് എന്നാണ് ഈ മെഷീനെ വിളിക്കുന്നത്. ഓരോ സ്പാനിനും 14 ഗിർഡറുകളാണ് ആവശ്യമായി ഉള്ളത്. 7 14 ഗിർഡറുകളാണ് ഓരോ സ്പാനിനും ആവശ്യമുള്ളത്. ഇവിടെ കുറേ ഗിർഡറുകൾ അസംബ്ലി ചെയ്ത് വെച്ചത് കാണാം. ബാക്കിയുള്ള ഗിർഡറുകളുടെ ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. തലശ്ശേരി മാഹി ബൈപ്പാസ് 4 വരിയാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നവർ ഉണ്ടെന്നാണ് തോന്നുന്നത്. 2 ദിവസം മുന്നേ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിനപത്രത്തിൽ വന്ന റിപ്പോർട്ടാണിത്. ഇതിലും എഴുതിയിരിക്കുന്നത് 4 വരി എന്നാണ്. ശരിക്ക് തലശ്ശേരി മാഹി ബൈപ്പാസ് 6 വരിയാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വിഷ്വൽ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. മാഹി ബ്രിഡ്ജും 6 വരിയാണ്. മാഹി ബ്രിഡ്ജ് മാത്രം കംപ്ലീറ്റ് തലശ്ശേരി മാഹി ബൈപ്പാസ് അഴിയൂർ മുതൽ മുഴപ്പള്ളിങ്ങാട് വരെ കംപ്ലീറ്റ് 6 വരിയാണ്. മാത്രമല്ല 2 സൈഡിലുമായി ഓരോ വരി സർവീസ് റോഡുമുണ്ട്. അങ്ങനെ തലശ്ശേരി മാഹി ബൈപ്പാസ് 8 വരിയാണ്. യാതൊരു സംശയവുമില്ല. ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ 6 വരിയാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾ കമൻറ്റ് ചെയ്തിരുന്നു 4 വരിയാണ്, അല്ല 6 വരിയാണ്. അത് നമുക്ക് ഈ വീഡിയോ കണ്ട് എന്തായാലും ഉറപ്പിക്കാം. വീഡിയോ കണ്ടവർക്കെല്ലാം ഒരുപാട് നന്ദി. താങ്ക് യു.